ഹലോ കൂട്ടുകാരെ, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബസുമതി റൈസ് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. അതിനാദ്യം ആവശ്യമായി വേണ്ടത് ചിക്കനാണ്. ഒരു ചിക്കൻ 20 പീസായി കട്ട് ചെയ്തതിൽ നിന്നും 10 പീസാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ഏകദേശം 600 ഗ്രാം ഉണ്ടാവും. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെക്കാം. മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. ആ സമയം കൊണ്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അതിനാദ്യം ആവശ്യമായി വേണ്ടത് 4 മീഡിയം സൈസ് സവാള ഈ രീതിയിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അതിൽ നിന്നും പകുതി സവാള, അതായത് 2 മീഡിയം സൈസ് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ അല്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇത്രയും എണ്ണ വേണമെന്നില്ല, കുറച്ച് എണ്ണ ഉപയോഗിച്ച് 2 പ്രാവശ്യമായിട്ട് സവാള ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ സവാള അതിലേക്കിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഗോൾഡൻ കളർ മാറി ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എണ്ണയിൽ നിന്നും കോരി പുറത്തിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബ്രൗൺ കളർ അല്പം കൂടി കൂടും. അതുപോലെ തന്നെ ഇത് നന്നായി ക്രിസ്പിയായി മാറുകയും ചെയ്യും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബസുമതി റൈസ് ഉപയോഗിച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ബിരിയാണിക്ക് വേണ്ടി നല്ല ബ്രാൻഡിൻ്റെ അരി തന്നെ തിരഞ്ഞെടുക്കുക. ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയ ശേഷം വെള്ളമൊഴിച്ച് 30 മിനിറ്റ് കുതിർക്കാനായി വെക്കാം. 30 മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിയിട്ട് കുതിർക്കാൻ പാടില്ല. 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഡ്രെയിൻ ചെയ്ത് വെക്കണം. അടുത്തതായി നമുക്ക് അല്പം കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും കിസ്മിസ് ചേർക്കാം. പിന്നീട് കിസ്മിസും കളർ മാറി തുടങ്ങുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ചിക്കൻ കുക്ക് ചെയ്യുന്നതിനുള്ള സ്പൈസസ് ആണിത്. 1.5 ഇഞ്ച് നീളത്തിലുള്ള കറുവാപ്പട്ട, 4 ഗ്രാമ്പൂ, 2 ഏലക്ക. ഏലക്കയുടെ തോട് ചെറുതായി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ. 1 തക്കോലം, അവസാനമായി ബേ ലീഫ്. ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കിട്ടുന്ന ഒന്നാണ് ബേ ലീഫ്. ഇനി ഈ സ്പൈസസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാം. അടച്ചു വയ്ക്കാൻ അടപ്പോടുകൂടി ഒരു നോൺ സ്റ്റിക്ക് പാനാണിത്. ഇതിലാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്നതും ബിരിയാണി ദം ചെയ്യുന്നതും. 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നേരത്തെ സവോള ഫ്രൈ ചെയ്ത എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണയ്ക്ക് പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും. ചൂടായ എണ്ണയിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 15-20 മിനിറ്റ് ഇളക്കി ഈ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലേക്ക് 1 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർക്കുക. പച്ചമുളക് ഇളക്കി യോജിപ്പിച്ച ശേഷം ബാലൻസ് ഉള്ള 2 സവാള അരിഞ്ഞത് ചേർക്കുക. ഗോൾഡൻ കളർ ആവണമെന്നില്ല, നന്നായിട്ടൊന്ന് വേവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് മസാലകളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കുക.
പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. ഇനി തീ കൂട്ടി വെച്ച ശേഷം 2-3 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷം 1/4 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അടച്ചു വെച്ച് 10-12 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ചിക്കൻ വേവുന്ന 10-12 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്ക് അരിയും വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് താമസിക്കാതെ തന്നെ 2.25 കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കുക. 2 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് ബേ ലീഫ് ഒരെണ്ണം, 1.5 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ടയുടെ 1 പീസ്, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്. നാരങ്ങാനീര് ചേർക്കുന്നത് റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു. നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്ത ബാലൻസ് വന്ന എണ്ണയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ. ഈ എണ്ണ റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. 1 ടീസ്പൂൺ ഉപ്പ്. ഇനി വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് ചിക്കൻ ഏകദേശം പകുതി വെന്തിട്ടുണ്ടാകും. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി ഇതിലേക്ക് ചേർക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വീണ്ടും വേവിക്കുക. അരി വേവിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ 1/2 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ച ശേഷം വെള്ളം വാർത്തെടുത്ത അരി ചേർത്ത് കൊടുക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അരി ഏകദേശം 75% വെന്താൽ മതിയാകും. ബാക്കി ദം ചെയ്യുമ്പോൾ തന്നെ വെന്തോളും. ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് വെള്ളം വറ്റി തീരുന്നതോടൊപ്പം തീ ഓഫ് ചെയ്യുക എന്നതാണ്. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ചിക്കൻ അവസാനമായി ഒന്നുകൂടി ഇളക്കുക. ഇതുപോലെ അല്പം ഗ്രേവി ഉണ്ടായിരിക്കണം. അഥവാ ഗ്രേവി വറ്റിപ്പോയാൽ അല്പം ചൂടുവെള്ളം ചേർത്ത് സെമി ഗ്രേവിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പുതിനയില ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് ഇടുക. ഇതുപോലെ പുതിനയില സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കഴിയുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ റൈസ് ചിക്കൻ്റെ ഗ്രേവിയിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്നത് കുറയുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനേ പാടുള്ളൂ. മുകളിൽ നിന്നും താഴോട്ട് പ്രസ് ചെയ്യരുത്. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കൊടുക്കാം. അവസാനമായി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം ഏറ്റവും ലോ ഫ്ലെയിമിൽ ദം ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത ശേഷം അനക്കാതെ 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. 1 മണിക്കൂർ നേരം ഇതുപോലെ തന്നെ വെച്ചാൽ അത്രയും നല്ലത്. ഇതിനിടയ്ക്കൊന്നും അടപ്പ് തുറന്നു നോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രുചികരമായ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ബിരിയാണി ഒരിക്കലും നല്ല ചൂടോട് കൂടി വിളമ്പരുത്. ഇത് കുറച്ചു നേരം വെച്ചിരുന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.